അയ്യപ്പ സംഗമങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ആഗോള അയ്യപ്പ സംഗമം, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ. അതിനുശേഷം ഇന്ന് ഞാനുള്ളത് പന്തളത്തിന്റെ മണ്ണിലാണ്. എന്നോടൊപ്പം RSS നേതാവ് ശ്രീ ജെ നന്ദകുമാറാണ് ചേരുന്നത്. നമസ്കാരം സർ. ഈ യഥാർത്ഥ അയ്യപ്പന്റെ അവകാശികൾ ആരെന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്റെ അവകാശികൾ അയ്യപ്പന്റെ ഭക്തന്മാരാണ്. അയ്യപ്പനെ ആരാധിക്കുകയും അയ്യപ്പനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് അയ്യപ്പനിൽ എന്തെങ്കിലും അവകാശപ്പെടാനുള്ളത് സത്യത്തിൽ. അതുകൊണ്ട് ആരാണ് അവകാശി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അയ്യപ്പന്റെ ഭക്തന്മാരാണ് അയ്യപ്പന്റെ അവകാശികൾ. അയ്യപ്പനെ നശിപ്പിക്കണം, അയ്യപ്പന്റെ ക്ഷേത്രം തന്നെ കൊത്തിക്കളച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്ന് പറഞ്ഞു നടന്നവർ പ്രത്യയശാസ്ത്രം പൊളിഞ്ഞു കഴിയുമ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോ കപടവേഷം ധരിച്ച് എത്തുന്നത് സ്വയം വാസുദേവനായി ചമയുന്ന പൗണ്ഡ്രക വാസുദേവന്റെ കഥ ഭാഗവതം പറയും. ഏതാണ്ട് അതുപോലെയാണ്. ജീവിതത്തിൽ ഇന്നോളം ഭഗവത്ഗീത എന്ന പുസ്തകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാത്ത ആളുകൾ ഭഗവത്ഗീത കോട്ട് ചെയ്തു തുടങ്ങുന്നു. അതിങ്ങനെ കൊച്ചുകുട്ടികൾ പാഠം ചൊല്ലി പഠിക്കുന്നത് പോലെ പറയുന്നതല്ല സത്യത്തിൽ ഭഗവത്ഗീത. ഭഗവത്ഗീത ജീവിതത്തിൽ ആവിഷ്കരിക്കാനുള്ളതാണ്, സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ളതാണ്. ഇത് കാപട്യമാണ്. കാപടികന്മാർക്കുള്ളതല്ല അയ്യപ്പൻ. അയ്യപ്പൻ ഈ സർവ്വ കാപട്യങ്ങൾക്കും അതീതമാണ്. അങ്ങനെയുള്ള അയ്യപ്പനോട് ബന്ധമുള്ള, അയ്യപ്പൻ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യമുള്ള, അയ്യപ്പനിൽ സർവസ്വം സമർപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. അവർക്കുള്ളതാണ് അയ്യപ്പൻ. ഈ ശരിക്കും ഇപ്പോൾ ഉള്ളൊരു മാറ്റം ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നമ്മൾ കണ്ടു. CPM-ന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മാറ്റം. താങ്കൾ പറഞ്ഞ പോലെ ഭഗവത്ഗീത കോട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. തത്വമസിയെക്കുറിച്ചൊക്കെ വാചാലനാകുന്ന പിണറായി വിജയൻ നമ്മൾ കണ്ടു. ആ മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമുക്ക് ഈ തത്വമസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് നീയാകുന്നു. നോൺ ഡ്യുവാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അദ്വൈതമാണ്. അദ്വൈതത്തിന്റെ ഏറ്റവും സുന്ദരവും ഏറ്റവും സൂക്ഷ്മവുമായ വിശദീകരണം നടത്തുന്ന മഹാവാക്യങ്ങളിൽ 4 മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി എന്ന് പറയുന്നത്. വെളിപ്പെടുത്തട്ടെ, തന്റെ ഇടത്തോടു കൂടി പറയട്ടെ, ഞങ്ങൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഉപേക്ഷിച്ചിട്ട് ഭാരതീയ സനാതന ധർമ്മത്തിലെ നോൺ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെ തത്വമസി അംഗീകരിക്കുന്നു. ഇത് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാകണം. ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുത്ത ഒരു നേതാവ്, ഒരു സാമുദായിക സംഘടനാ നേതാവ് പറഞ്ഞു, സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ കേസെടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭക്തനായി. അദ്ദേഹം 2 തവണ ശബരിമലയിൽ പോയിട്ടുണ്ടെന്ന്. വരും, ഭക്തനായതുകൊണ്ട് ഭക്തൻ എന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. ഇന്ന് എളമരം കരീമിനോട് പത്രക്കാർ ചോദിച്ചു ഈ പറഞ്ഞതിനെ കുറിച്ച്. അദ്ദേഹം ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം സഖാവ് കരീം പറഞ്ഞു, പിണറായി വിജയൻ ഭക്തനല്ല, അദ്ദേഹം ഒരു മെറ്റീരിയലിസ്റ്റാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. പിണറായി വിജയൻ ഇതുവരെയും തന്റെ ഇടം കാണിക്കുന്നില്ല. ഇപ്പോ ഈ ധൈര്യമുള്ള ആളാണ്, ഞാൻ ഈ ഊരിപ്പിടിച്ച കത്തിയുടെ ഇടയിലൂടെ നടക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തനിക്ക് ബോധ്യമുള്ള കാര്യം തന്റെ ഇടത്തോടെ പറയണ്ടേ? പറയുമ്പോൾ എന്തു വേണം? ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ നിയമം എന്താണ്? ഹി മസ്റ്റ് ബി എ മെറ്റീരിയലിസ്റ്റ്. കാരണം കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് ഏറ്റവും അടിസ്ഥാനപരമായ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. എന്റെ ഇതുവരെയുള്ള അറിവനുസരിച്ചും വായനയനുസരിച്ചും ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാർക്സിനെ തള്ളിപ്പറയാത്ത, ഭൗതികവാദത്തെ നിരാകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് തത്വമസി എന്ന അദ്വൈതവാക്യം പറയാൻ കഴിയുന്നത്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാപട്ടികം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു വിശ്വാസമാവുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിലേക്ക് മാറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് രണ്ടല്ലേ? ഞാൻ അതാ ചോദിക്കുന്നത്. ഒന്നെന്താ പറയുന്നത്? ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഇന്നലെ ഞാൻ ഒരു ചാനലിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ആചാരൻ എന്ന സംസ്കൃത വാക്കിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷ ഹിപ്പോക്രറ്റ്. ആരാണ് ഹിപ്പോക്രറ്റ്? കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാസ്മരൻ തുടങ്ങുന്നതാണ്. ഞാൻ ശ്ലോകമൊന്നും പറയുന്നില്ല. അതായത് തന്റെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് സദാ ഇന്ദ്രിയ വസ്തുക്കളിൽ വ്യാപരിക്കുന്നവനാണ് ഒരർത്ഥത്തിൽ ഹിപ്പോക്രറ്റ് അല്ലെങ്കിൽ മിഥ്യാചാരൻ എന്ന് പറയുന്നുണ്ട്. സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കാപട്യം നിറഞ്ഞതാണ്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഈ പ്രത്യയശാസ്ത്രപരമായ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയണം. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം. അല്ലാതെ ഇതെന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ അത് അറിയുന്ന ആരെങ്കിലും പറയട്ടെ, അവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി കണ്ടില്ലേ, ഇത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല എന്നതിന്റെ ലക്ഷണമല്ലേ? കല്ലും മുള്ളും
എന്താണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരണം വിളിക്കാൻ അറിയില്ല. എന്താണ് ശരണം വിളി എന്നറിയില്ല. കാലിക്കുത്ത എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, എഴുതി കൊടുത്ത ആൾക്ക് അക്ഷരം പിഴഞ്ഞു പോയതാണോ എന്നറിയില്ല. അതിനപ്പുറത്തേക്ക് ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം എന്താ, ദേവന്റെ സ്വത്ത് ഭരിക്കുന്ന ആളാണ് അദ്ദേഹം. ചുരുങ്ങിയ പക്ഷം ദേവന്റെ മന്ത്രങ്ങൾ, എല്ലാ മന്ത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവിടുത്തെ ആചാരങ്ങളെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. എങ്ങനെയാണ് ശരണം വിളിച്ചത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ചെങ്കൊടി ഉയർത്തിയതിനു ശേഷം ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ഗൗരവത്തോടെയോ ലാഘവത്തോടെയോ എനിക്കറിയില്ല. എന്തായാലും വിളിച്ചത്, കാരണം അദ്ദേഹം പറയുന്നത് ഈ ആക്ഷൻ രാജാവിന്റെ മുന്നിലാണ്. ഞാൻ കൈയടിച്ചൊരു ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്ന ആളുടെ മുന്നിലാണ് പറയുന്നത്. അപ്പൊ ആക്ഷൻ കൃത്യമായിരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ശരണം വിളിച്ചത് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പോലെ വിളിച്ചു. പിന്നെ കൈ ചുരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അബദ്ധമായിരുന്നു. അതങ്ങ് താഴ്ത്തിയത് എങ്ങനെ? മറ്റൊരു നേതാവ് ദേവസ്വം മന്ത്രിയുടെ കയ്യിലേക്ക് പൂജാരി തീർത്ഥമൊഴിച്ചു കൊടുത്തപ്പോൾ എപ്രകാരമാണോ അറിയാതെ വാങ്ങിയതും പിന്നെ തുടച്ച് കൈ കഴുകുന്ന പോലെ കഴുകിക്കളഞ്ഞതും, അതേപോലെ ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് ഈ ശരണം വിളി തെറ്റായ ആക്ഷനോടുകൂടി നടത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്കാക്കുന്ന കണ്ടു. ഇതെല്ലാം കാണിക്കുന്നത് ഉള്ളിലൊരു സത്യം ഉണ്ടല്ലോ എല്ലാവരുടെയും, അത് തമ്മിലുള്ളൊരു വലിയ ദ്വന്ദ്ം അവരുടെ ഉള്ളിൽ നടക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ ആന്തരികമായ വിസ്ഫോടനത്തെ നേരിടുകയാണ്, നേരിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇംപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തതിൽ ഒരു പ്രശ്നമുണ്ട്. RSSന്റെ ഒരു നിലപാട് എന്താണ് സ്ത്രീ പ്രവേശന വിഷയത്തിൽ ശബരിമലയിലെ? അതിനകത്തൊരു അവ്യക്തത ഉണ്ടോ ഇപ്പോഴും? ഒരു അവ്യക്തതയില്ല. വളരെ വ്യക്തമായി RSSന്റെ സർസംഘചാലക് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രദേവതയുടെ നിർദ്ദേശപ്രകാരം, അങ്ങനെയാണ് ആ കൽപ്പന, നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. നമ്മൾ എല്ലാ ഹിന്ദു ദേവാലയങ്ങളും ദേവത ഒന്നാണ്, പേരുകൊണ്ട് ഒന്നാണെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിലെയും ആചാരം വ്യത്യസ്തമാണ്. ശിവക്ഷേത്രങ്ങൾ ലക്ഷക്കണക്കിനുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ആ ശിവക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും 3/4 വട്ടമേ എടുക്കുകയുള്ളൂ പ്രദക്ഷിണം, തിരിച്ചു വരണം. പക്ഷേ ചില ശിവക്ഷേത്രങ്ങളുണ്ട്, ആ ശിവക്ഷേത്രങ്ങളിൽ മുഴുവൻ പ്രദക്ഷിണം വയ്ക്കാം. ഞാൻ ഒരു ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ കിരാതവേഷധാരിയായ ശിവന്റെ ക്ഷേത്രങ്ങളുണ്ട് പലയിടത്തും, അവിടെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാം. അവിടെ ഞാൻ പോയപ്പോൾ ശിവക്ഷേത്രമായിരുന്നു, അവിടെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ചെയ്യാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അതിനെ തടയുന്നവര് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണോ? അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിനും. ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു 10-12 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് 4 അല്ലെങ്കിൽ മൊത്തം 4 അയ്യപ്പൻ ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ബാക്കി 3 ക്ഷേത്രത്തിലും ഏത് പ്രായപരിധിയിലുള്ള മഹിളകൾക്കും പോകാം. അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ സങ്കല്പം എന്തോ ആ സങ്കല്പ പ്രകാരം അവിടെ ഇങ്ങനൊരു നിബന്ധന വെച്ചിരിക്കുന്നു. പക്ഷെ ഇതിന് കൊടുത്ത പ്രചരണം എന്താ? സ്ത്രീകളെ നിഷേധിക്കുന്നു എന്നാണ്. സ്ത്രീകൾ സത്യത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടോ? അവിടെ ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവരവിടെ പോയിക്കൂടാ എന്ന് പറയുന്നു എന്നല്ലേ ഉള്ളൂ. ഇതുപോലെ അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് വാളിയറിന് അടുത്തുള്ള ദത്യ ക്ഷേത്രത്തിൽ പോയത്. ആ ദത്യ ക്ഷേത്രത്തിൽ അവിടെയുള്ള ദേവീക്ഷേത്രം, 2 ദേവീക്ഷേത്രമാണ്, ബഗുളാദേവിയും ധൂമ്രാവതിയും. ബഗുളയുടെ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ പോകാം. പക്ഷെ ഒരു മതിലിനിപ്പുറത്ത് അതേ കമ്മിറ്റിയുടെ കീഴിലുള്ള ധൂമാവതി ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോയിക്കൂടാ. ഈ നിബന്ധന ഒരിക്കലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല, അവിടെ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അതിന്റെ മറ്റൊരു കാരണം കൂടി പറഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളിലെ ദേവതയുടെ സ്വത്തായിട്ടാണ് ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. ആ ദേവത ഒരു മൈനറായിട്ടുമാണ് കണക്കാക്കുന്നത്. ഇതാണല്ലോ രാമജന്മഭൂമി വിധിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചതും അത് തന്നെയാണ്. ഈ കാര്യം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നിലകൊള്ളുന്ന ആ ആചാരം, ആ കസ്റ്റമറി പ്രാക്ടീസ് അതേപോലെ തുടരണം. പ്രൊവൈഡഡ്, അദ്ദേഹം പറയുന്നുണ്ട് മോഹൻജി ഭാഗവത്, പ്രൊവൈഡഡ് ക്ഷേത്രത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതാരാണ്? ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, ക്ഷേത്രാചാരങ്ങൾ എന്തെന്ന് നിശ്ചയിക്കാൻ, നിയമിക്കാൻ അനുവാദമുള്ളവർ, അതിനെക്കുറിച്ച് പഠനമുള്ളവർ, തന്ത്രിമാരായാലും പുരോഹിതന്മാരായാലും ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് അവർ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ദേവതയുടെ അനുജ്ഞയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അത് ഏതെങ്കിലും ഒരു സർക്കാരോ മതേതരമായ സ്ഥാപനങ്ങളോ തീരുമാനിക്കേണ്ട കാര്യമല്ല.
ഹൈന്ദവ ക്ഷേത്രത്തിലെ നിയമം എന്നതാണ് സംഘത്തിന്റെ നിലപാട്. അതാണ് സംഘത്തിന്റെ പരമോന്നത അധികാരിയും വ്യക്തമാക്കി. ഈ ഓർഗനൈസറിൽ വന്നൊരു ലേഖനം കൂട്ടിയതാണ് ഇപ്പോഴും ഈ RSS സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഘടനയാണ്, ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതേപോലെ കേരളത്തിലെ ഈ ഒരു ക്ഷേത്രം, എത്ര ക്ഷേത്രങ്ങളുണ്ട് ഭാരതത്തിലെമ്പാടും. ഇപ്പോൾ ഞാൻ ഒരു മതത്തെയും ഇകഴ്ത്തി പറയല്ല, പ്രത്യേകിച്ച് അബ്രഹാമിക് റിലീജിയൻസിന്റെ ആരാധനാലയങ്ങൾ ഒരേ തരത്തിലുള്ള ആരാധനാ രീതിയാണ് അവിടെ എല്ലാം നിലനിൽക്കുന്നത്. പക്ഷേ ഹിന്ദുവിന്റെ ഈ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരേ മതിൽക്കെട്ടിനുള്ളിലുള്ള രണ്ട് ക്ഷേത്രങ്ങൾ, രണ്ട് സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വൈവിധ്യങ്ങളെ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അത്തരമൊരു ചർച്ച നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഇഷ്യൂവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ ആയിട്ടുള്ള ഓർഗനൈസർ പ്രവർത്തകൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ മൊത്തം പ്രസ്ഥാനത്തിന്റെയും നിലപാടാണ് എന്ന് വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, ഓർഗനൈസർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായി എക്കാലത്തേക്കുമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ പ്രഫുൽ കേത്കർ, ഇപ്പോഴത്തെ ഓർഗനൈസറിന്റെ എഡിറ്റർ, തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് RSSന്റെ ഔദ്യോഗിക ജിഹ്വയല്ല എന്ന്. RSSന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പേരാണ്. അത് സർസംഘ്യാലകാണ്, സർക്കാരിവാഹാണ്, പ്രചാർ പ്രമുഖാണ്. നമ്മുടെ അയോധ്യ ക്ഷേത്രം വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് കിടന്നിരുന്നതാണ്. അത് വളരെ സുപ്രീം കോടതി ഇടപെടൽ സെറ്റിലായി. അതുപോലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേസ് അവിടെ ഉണ്ട്. അതിപ്പോൾ അത് ആക്റ്റീവായിട്ടില്ലെങ്കിൽ പോലും സുപ്രീം കോടതി കേസുണ്ട്, നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കേണ്ടി വരും. ഈ അയോധ്യ ക്ഷേത്രത്തിലെ പ്രശ്നം പരിഹരിച്ചതുപോലെ ഇതിലും ഒരു ശാശ്വതമായ പരിഹാരം വേണ്ടതല്ലേ? ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടതാണ്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രശ്നപരിഹാരത്തിന്റെ പിന്നിൽ നമ്മൾ സാധാരണ പറയില്ലേ, ഈ ഒട്ടകത്തിന്റെ നട്ടല് തകർത്ത അവസാനത്തെ വൈക്കോൽ തുരുമ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആദ്യം മുഴുവൻ ആ ഒട്ടകത്തിന് എത്ര വൈക്കോൽ താങ്ങാനുള്ള ശേഷിയുണ്ട് എന്ന് പരിശോധിച്ച് അവസാനം ഒരു വൈക്കോൽ തുരുമ്പ് വെച്ചപ്പോഴേക്കും സത്യത്തിൽ മുമ്പേ വെച്ച വൈക്കോൽ തുരുമ്പുകളുടെ വൈക്കോൽ കെട്ടുകളുടെ ഭാരത്തിൽ കൂടിയാണ് അത് തകർന്നത്. പക്ഷേ വിഡ്ഢിയായ ഒരു ആള്, ഞാനിനി ആരാണത് ചെയ്യുക, ഒരു കഥയാണ്, ഒരു രണ്ട് അറബികൾ തമ്മിലുള്ള തർക്കത്തിന്റെ കഥയാണ്. ഒരു അറബി പറഞ്ഞു, ഇതാണ് ഭാരം, ഇത് ആദ്യമേ വെച്ചിരുന്നെങ്കിൽ ആദ്യമേ പൊട്ടും. അങ്ങനെ കരുതുന്നത് പോലെയാണ് ഈ കോടതി വിധിയെക്കുറിച്ചുള്ള പറച്ചിൽ. കോടതി വിധി അല്ല തുടക്കം, കോടതി വിധി അല്ല ആത്യന്തികവുമായി വന്നത്. കോടതി വിധി ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വലിയ അഭിപ്രായ രൂപീകരണത്തെ കൂടി കണക്കെടുത്തിട്ടാണ്. ഒരു സാമൂഹിക സംഘടന, ഒരു വലിയ ശക്തമായ പ്രക്ഷോഭണം, കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്ഷോഭണം, അതിനോടൊപ്പം നടന്ന വളരെ ഗഹനമായ ഗവേഷണങ്ങൾ, അവിടെ നടന്ന ഗവേഷണങ്ങൾ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ഗവേഷണങ്ങൾ, ഭൂമിക്കടിയിലേക്ക് കുഴിച്ച് എവിടെ വരെ ഏതെല്ലാം അവശിഷ്ടങ്ങൾ കാണാനുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഏറ്റവും അടിത്തട്ടിൽ കാണുന്നത് പ്രാചീനമായൊരു വൈഷ്ണവ ക്ഷേത്രമാണെന്ന് കണ്ടെത്തുന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഖനന തെളിവുകൾ പോലുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സാമൂഹ്യ മുന്നേറ്റം, കോടാനുകോടി ജനങ്ങൾ, രാഷ്ട്രീയം പോലും മറന്നുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ നടത്തിയ ഒരു വലിയ പ്രക്ഷോഭം, അതിനോടൊപ്പം നടന്ന അക്കാഡമിക് സ്റ്റഡി, സയന്റിഫിക് എക്സ്കവേഷൻസ്, ഇതെല്ലാം ഇതിന് പശ്ചാത്തലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ ഒരുമിച്ച് ചേരണം. സത്യത്തിൽ കേരളത്തെ സാഹചര്യത്തിൽ ശബരിമല കാര്യത്തിൽ ഇപ്പോഴും കണ്ടില്ലേ, ഇപ്പോഴും ഒരു വലിയ സാമൂഹ്യ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് എല്ലാവരും ചേർന്നൊരു മുന്നേറ്റം ഉണ്ടാക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഇന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ തോന്നുന്ന വിധത്തിൽ അയോധ്യയിൽ എത്ര സുഖകരമായി പ്രശ്നം പരിഹരിച്ചു. ഒരു പ്രശ്നമില്ല ഇപ്പോൾ. ആ നിലയിൽ പരിഹൃതമാകണമെങ്കിൽ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റം വീണ്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല കർമ്മസമിതിയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ BJPയുടെ ഒരു ക്രമാനുഗതമായ വളർച്ച അത് പലപ്പോഴും പ്രകടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അതിൽ RSSന്റെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? RSS അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. വളരെ കൃത്യമായി അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങിയത് ഒരു മുൻകാല കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല, ഹിന്ദു മഹാമണ്ഡലത്തിലും അഭിനവ ഭാരത് പോലെയുള്ള തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയാണ് RSS തുടങ്ങിയത്.
ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് മാത്രം ഭാരതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ഹെഡ്ഗവാർ എന്ന സംഘസ്ഥാപകന് ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ഈ ദേശീയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്ത സമൂഹമാകെ മുന്നേറണം, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ദേശീയതയുടെ സ്പർശം ഉണ്ടാകണം, അപ്പോൾ മാത്രമേ ഈ രാഷ്ട്രത്തിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആ ആശയത്തിന്റെ സ്വാധീനം എല്ലാ മേഖലയിലും, രാഷ്ട്രീയം ഉൾപ്പെടെ, വിദ്യാഭ്യാസം, വ്യവസായം, കൃഷി, തിയേറ്റർ, ആർട്ട്, ഡ്രോയിങ്, എല്ലാ മേഖലകളിലും, സേവന പ്രവർത്തനം, എല്ലാ മേഖലയിലും ഈ ആശയത്തിന്റെ സ്വാധീനം ഉണ്ടാവണം. രാഷ്ട്രം സർവോപരി, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചിന്താഗതി എല്ലാവരിലേക്കും എത്തുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെടുക. ആ ദേശീയതാ വിചാരത്തെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നമ്മുടെ മുമ്പിൽ മൊത്തം ഭാരതത്തിൽ ഈ രാഷ്ട്രം എന്റേതാണെന്നും ഇത് ചില പുരാതനമാണെന്നും അത് നിത്യനൂതനമായ ഒരാശയത്തെ പ്രതിനിധാനം ചെയ്യുന്നെന്നും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അൺകോംപ്രമൈസിംഗ് ആയി വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമേ ഇന്ന് ജനങ്ങളുടെ മുമ്പിലുള്ളൂ എന്നതുകൊണ്ടാണ് ദേശീയ തലത്തിലും ഈ RSSന്റെ വളർച്ചയെ BJPയുടെ നേട്ടമായി നിങ്ങൾക്ക് തുലനം ചെയ്യാൻ തോന്നുന്നതും. അത് RSS കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. RSS BJPക്ക് വേണ്ടി പണിയെടുക്കുകയല്ല ചെയ്തത്, RSS രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്തത്. ആ ആശയത്തെ BJP ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. കാലങ്ങളായുള്ള കേരളത്തിലെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ പരിവർത്തനം, ആ പരിവർത്തനം പതിയെ ഏത് പാർട്ടിക്കും ഉപയോഗപ്പെടുത്താം. അത് സംഘം എപ്പോഴും പറയാറുണ്ട്, ഏത് പാർട്ടിക്കും ഉപയോഗപ്പെടുത്താം, പ്രൊവൈഡഡ് ഇത് എന്റെ രാഷ്ട്രമാണ്, ഇത് ഈ അടുത്ത കാലത്തുണ്ടായ ഒന്നല്ല. ദിസ് ഈസ് നോട്ട് എ നേഷൻ ഇൻ മേക്കിംഗ്, ദിസ് ഈസ് എ നേഷൻ, ആൻ ഏൻഷ്യന്റ് നേഷൻ. അതായത് ദേശീയതയ്ക്കൊപ്പം ചേർന്നാൽ, അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന ആശയത്തിനൊപ്പം ചേർന്നാൽ, അതിനെ പിന്തുടർന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും RSSന്റെ സേവനം ഉപയോഗപ്പെടുത്താം. സംഘം പറയാറുണ്ട് ആ കാര്യം, ഒരു സംശയമില്ലാത്ത വിധത്തിൽ പറയാറുണ്ട്. അത് ഇനിയിപ്പോ എത്രയോ സേവന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സംഘടനകൾ, ഈവൻ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ സേവന മേഖലയിൽ സംഘത്തിന്റെ പൂർണ്ണസമയ കാര്യകർത്താക്കന്മാരെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ പ്രസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്, പൂർണ്ണകാലികരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ, ഞാൻ അതും ഈ സന്ദർഭത്തിൽ പറയുകയാണ്, ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും പറയുകയാണ്, കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഉടനടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വിഘടന വാദമോടെ രൂപപ്പെടും എന്ന് തോന്നിയപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്ന നേതാവ്, എല്ലാവരും അറിയുന്ന ആളാണ്, അദ്ദേഹം സംഘത്തെ സമീപിച്ചു. ഇതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, NSUവിന്റെ സമ്മേളനം നടക്കുകയായിരുന്നു 1984 നാഗപ്പൂരിൽ. ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ ടുഡേ 10-24 പേജുകൾ അടങ്ങുന്ന ഒരു വലിയ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതി. ആ സമ്മേളനം NSUയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനം പല കാരണങ്ങളെ കൊണ്ട് കുപ്രസിദ്ധവുമായിരുന്നു. കുപ്രസിദ്ധം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് ലേഖനം വായിച്ചെല്ലാവരും പഠിക്കട്ടെ. ഏതായാലും 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് ആ സമ്മേളന നഗരിയിൽ അടിച്ചു. എന്നിട്ട് അടുക്കള, മെസ്സ്, ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അടക്കം നശിപ്പിച്ചു. അതിന്റെ ചിത്രമുണ്ട് ഇന്ത്യ ടുഡേയിൽ, ഇപ്പോഴും നിങ്ങൾക്ക് പരിധിയാൽ കിട്ടും. ആ സന്ദർഭത്തിൽ വന്നുകൂടിയ അല്ലെങ്കിൽ സംഘർഷത്തിൽ പെടാത്തവരോ സംഘർഷത്തിൽപ്പെട്ട് ക്ഷീണിച്ചവർക്കോ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിന്റെ വളരെ തലമുതിർന്ന നേതാക്കന്മാർ, അന്ന് നാഗപ്പൂരിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മോഹൻ ഭാഗവത്, അദ്ദേഹം നേരിട്ട് സ്വന്തം അനുഭവം പറഞ്ഞത്. മോഹൻ ഭാഗവത് അന്ന് RSSന്റെ നാഗപ്പൂർ ഉൾപ്പെടുന്ന സ്റ്റേറ്റിന്റെ, മഹാരാഷ്ട്രയല്ല വിദർഭ സ്റ്റേറ്റാണ്, അതിന്റെ അന്ന് നാഗപ്പൂർ മാത്രം ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയ്ക്ക്. അതിന്റെ പ്രാന്തപ്രചാരകൻ എന്ന് പറയും RSSന്റെ ഭാഷയിൽ. അദ്ദേഹത്തെ സമീപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 14-15 മെസ്സുകൾ ഉണ്ടായിരുന്നതിൽ 8 മെസ്സും കൃത്യസമയത്ത് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഘപ്രവർത്തകരുടെ ഈ സംഘാടന മികവ് കൊണ്ട് പുനഃസ്ഥാപിച്ചു. അതുപോലും ചെയ്തു. പക്ഷെ പുറത്ത് ഈ പ്രവർത്തകന്മാർ തല്ലുകൂടിയതിനു ശേഷം പുറത്ത് തെരുവുകളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതിനൊന്നും RSSന് ഉത്തരവാദിത്വമില്ല. അത് സംഭവിച്ച എന്തൊക്കെയാണെന്നുള്ളതും ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ നാഗപ്പൂരിലേക്ക് എത്തിയ 100 കണക്കിന് 1000 കണക്കിന് ചെറുപ്പക്കാർ പട്ടിണി കിടക്കുന്നത്
നാഗപ്പൂരെ RSS പ്രവർത്തകർക്ക് പോലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് അവരവിടെ പോയി സഹായിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആർക്കും സംഘത്തെ സമീപിക്കാം, യാതൊരു സംശയമില്ല. ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുകയാണ്. പക്ഷേ ഈ സേവന മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിൽ പോലും അവർ ഈ ആശയത്തെ ഉയർത്തിപ്പിടിക്കുമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഒരു താൽക്കാലികമായ ഉദാഹരണമാണ്. ചിരന്തനമായ പ്രവർത്തനം ചെയ്യാൻ സന്നദ്ധരായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ സംഘത്തിന്റെ സഹായം തീർച്ചയായിട്ടും കിട്ടും. ഇതൊരു ഒട്ടും മറച്ചുവെച്ച് പറയുന്ന കാര്യമല്ല. ഇപ്പൊ കേരളത്തിലെ കാര്യം നോക്കിയാൽ ഈ BJP കൂടുതൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പം ഛത്തീസ്ഗഡിലെ വിഷയത്തിലൊക്കെ BJP പ്രസിഡന്റ് അടക്കം ഇടപെട്ടു. പക്ഷേ അതിൽ സംഘപരിവാർ സംഘടനകൾക്ക് ഒരു വേറൊരു വശമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി സംസാരിച്ചതിനെ എതിർത്തിരുന്നു. അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഒരു വൈരുദ്ധ്യവും ഒക്കെ ഈ മേഖലയിലുണ്ടോ? എന്താണ് ശരിക്കും BJPയുടെ ക്രൈസ്തവരോട് അടുക്കാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം? എനിക്ക് ക്രൈസ്തവരുമായിട്ട് പ്രത്യേകമായി അടുക്കാനുള്ള ശ്രമം BJP അങ്ങോട്ട് ചെയ്യുന്നതാണോ കൂടുതൽ? ക്രൈസ്തവ സഭകൾ ഇന്ന് അവര് കേരളത്തിൽ വിശേഷിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം അവര് ഹൈന്ദവ സമൂഹവുമായി കൂടുതൽ അടുക്കാൻ തയ്യാറാവുന്നതാണോ എന്ന് വിവേചിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവര് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി 3-4 തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിന് ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഞാൻ BJP മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട്. കാരണം ആരാധന എന്താണെന്ന് നോക്കിയിട്ടല്ല ഒരു വ്യക്തിയുടെ ഹിന്ദു ആശയം നിശ്ചയിക്കുന്നത്, അല്ലെ ഹിന്ദു സംസ്കാരത്തിലുള്ള വിശ്വാസത്തെ നിശ്ചയിക്കുന്നത്. അത് വളരെ കൃത്യമാണ് സംഘത്തിന്റെ നിലപാട്. അവിടെയാണ് ഛത്തീസ്ഗഡ് പോലെയുള്ള സംഭവങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. അവിടെ നടന്ന ആ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട്. വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത്. പക്ഷേ സംഭവിച്ചെന്താ, ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ പ്രശ്നം ഉന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ BJP അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും. നമുക്കൊക്കെ അറിയാം, ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJP കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം അവിടെ വൻതോതിൽ വനവാസികളുടെ ഇടയിൽ മതപരിവർത്തനം നടക്കുന്നില്ല എന്നല്ല. ആ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ ഹിന്ദു ജാഗരൺ മഞ്ചിന്റെയോ ആൾക്കാർ അവരവരുടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, അവരിപ്പോഴും ഉയർത്തുന്നുണ്ട്. നന്ദി. ഏതായാലും നമ്മൾ വളരെ കുറച്ച് സമയത്തേക്കൊന്ന് സംസാരിക്കാമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് വളരെ വാചാലമായി പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ നമുക്ക് അദ്ദേഹത്തിൽ ലഭിക്കുകയുണ്ടായി. നന്ദി സാർ. എന്തായാലും